സഖാഫിമാരെ, നിങ്ങളല്ലേ ഈ സമൂഹത്തെ അതിലേക്ക് കൊണ്ടുപോയത്? ഈ സാധാരണ മനുഷ്യരോട് ഇസ്ലാമികമായ പ്രമാണങ്ങൾ ഓതിക്കൊണ്ട് റഹ്മാനായ റബ്ബിനെ പരിചയപ്പെടുത്തേണ്ടുന്ന സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടത് മറ്റാരൊക്കെയോ അല്ലേ? പ്രപഞ്ചത്തിന്റെ ഭരണം റബ്ബങ്ങ് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് പോലും. അപകടകരമായ ശൈത്താന്റെ വാദം നിങ്ങൾ മനസ്സിലാക്കണം. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നേർരേഖയിൽ അള്ളയാണ് ഈ ലോകത്ത് ജീവിപ്പിക്കുന്നവൻ, അള്ളയാണ് ഈ ലോകത്ത് മരിപ്പിക്കുന്നവൻ, അള്ളയാണ് ഈ ലോകത്തിന്റെ കൺട്രോൾ നടത്തുന്നവൻ, അള്ളയാണ് എല്ലാം കേൾക്കുന്നവൻ, അള്ളയാണ് എല്ലാം കാണുന്നവൻ, അള്ളയാണ് എല്ലാം അറിയുന്നവൻ, അള്ളാഹുവിനാണ് എല്ലാം കഴിവുള്ള ഖദീർ എന്ന് ആ നേർരേഖയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ലോകത്തിന് പഠിപ്പിച്ച മുസ്തഫ മുന്നറിയിപ്പ് നൽകിയ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന സുബുലുകളാകുന്ന തരീഖത്തുകളിൽ ഈ ശൈഖുമാരുടെ പേരിലേക്ക് ചാർത്തിപ്പറഞ്ഞ തരീഖത്തുകളുടെ ഈ പൊട്ടത്തരങ്ങളെ വിമർശിക്കുമ്പോ ആരും നാളെ പറയരുത്, കേൾക്കുന്നവർ ശ്രോതാവും ദയവായി മനസ്സിലാക്കരുത് അത് ശൈഖുമാരെ തെറി പറയുകയാണെന്ന്, അതതിന്റെ നേതാക്കളെ കുറ്റപ്പെടുത്തുകയാണെന്ന്. ഒരിക്കലുമല്ല. അവരതിന് ഉത്തരവാദികളല്ല. മറിച്ച് അവരുടെയൊക്കെ പേരിലേക്ക് ചേർക്കപ്പെട്ട ഇത്തരത്തിലുള്ള ഭക്തിപ്രസ്ഥാനങ്ങൾ അഥവാ സൂഫിസം എന്ന് വെറുതെ പേരിട്ട ഇത്തരത്തിലുള്ള വ്യാജമായ തരീഖത്തിന്റെ ആളുകൾ, യഥാർത്ഥമായ വ്യാജ തരീഖത്തെന്ന് പറയുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, ശരിയായ തരീഖത്തുണ്ടോ? ഉണ്ട്. അതേതാ? തരീഖത്തുഹും, സുന്നത്ത് ജമാഅത്തുകാരുടെ തരീഖത്ത് ഒരൊറ്റന്നേയുള്ളൂ, ഒരുപാടില്ല. അതേതാ? തരീഖത്തുർ റസൂലി വ സ്വഹാബിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗമാണ്. ആ റസൂലിൽ നിന്ന് ദീൻ കേൾക്കാനും കാണാനും അവസരം ലഭിച്ച സ്വഹാബത്തിന്റെ മാർഗമാണ്. ദൂന അസ്ഹാബിൽ ബിദഇ വൽ മുഹദസാത്ത്, പുത്തൻ വാദങ്ങളും പുത്തൻ വിശ്വാസങ്ങളും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ആളുകളുടെ മാർഗമല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂലും അവിടുന്ന് സ്വഹാബത്തിന് പകർന്നു കൊടുത്ത ആ മാർഗധാരയും പിൻപറ്റുന്ന ആളുകളുടെ തരീഖത്ത് അത് തന്നെയാണ് ഒറിജിനൽ തരീഖത്ത്. അതല്ലാത്തതൊക്കെ ആ ലാബിലുള്ള വ്യാജന്മാരാണ്. അവർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു. മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു മുരീദ്, മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു മുരീദ്, ആ മുരീദ് ഒരു ദിവസം പെട്ടെന്ന് മരിക്കുകയാണ്. മനസ്സിലാക്കണം. ആ കഥക്ക് ഈ രാജ്യത്തുള്ള ഏതെങ്കിലും ഈ രാജ്യത്ത് സംഭവിച്ച കഥയോട് താരതമ്യമുണ്ടെങ്കിൽ ഞാനല്ല ഉത്തരവാദി എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ശരിക്കും മനസ്സിലാക്കിക്കോ, ശരിക്കും കേട്ടോ. അവർ ഈ സമൂഹത്തോട് പറഞ്ഞു, അറബിയിൽ ഉദ്ധരണി എന്റെ കയ്യിലുണ്ട്, മലയാളത്തിലുള്ളവയുണ്ട്, ഏതും നമുക്കതിൽ കാണാം. എന്താ അതിൽ പറയുന്നതിന്റെ ചുരുക്കം? അതിൽ പറയുന്നത് മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു മുരീദ് മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട മനുഷ്യന്റെ ഭാര്യയ്ക്ക് വല്ലാത്ത സങ്കടമായി. ഭർത്താവ് മരിച്ചല്ലോ, ഭർത്താവ് മരിച്ചിരിക്കുന്നു എന്ന് വളരെ വിനയത്തോടെ സങ്കടത്തോടെ മുഹീദ്ദീൻ ശൈഖിന്റെ ഹളറത്തിൽ ഹാജരായി അദ്ദേഹത്തിന്റെ സമീപത്ത് വന്നുകൊണ്ട് പറയാണ്, എന്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ ഭർത്താവിന് ജീവൻ തിരിച്ചു കിട്ടണം. എന്റെ പുതിയാപ്പള മരിച്ചുപോയി, പറ്റൂല, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടണം. ആ സമയത്ത് മുഹീദ്ദീൻ ശൈഖ് എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം ഇങ്ങനെ പ്രത്യേകമായ ഒരു പദവിയിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞ് പ്രവേശിച്ചപ്പോ അതാ നമുക്കൊന്നും കാണാൻ കഴിയാത്ത പ്രത്യേകമായ ഒരു ലോകത്ത് അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോ, നിരീക്ഷണം നടത്തി നോക്കുമ്പോ, അന്ന മലക്കൽ മൗത്തി അലൈഹിസ്സലാം യസ്അദു ഇലസ്സമായി വമഅഹുൽ അർവാഹുൽ മഖ്ബൂദത്തു ഫീ ദാലിക്കൽ യൗം. ആ ദിവസം പിടിച്ചിട്ടുള്ള റൂഹുകളൊക്കെ കൂടി ശേഖരിച്ചിട്ട് മലക്കുൽ മൗത്ത് ഇങ്ങനെ അള്ളാന്റെ അടുത്തേക്ക് കയറിപ്പോവുകയാണ്. തന്റെ ഡ്യൂട്ടി എന്താണ്? മനുഷ്യരെ മരിപ്പിക്കലല്ലേ? ആ മരിപ്പിച്ച റൂഹുകളൊക്കെ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏതുപോലെയുണ്ട്? അദ്ദേഹത്തിന് അന്ന് പിടിച്ചിട്ടുള്ള ആ റൂഹുകളൊക്കെയും ഒരു കൊട്ടയ്ക്ക് സമാനമായ എന്നാണ് പറഞ്ഞത്. ഒരു കൊട്ടയുടെ രൂപത്തിലുള്ള ഒരു സാധനത്തിൽ ഇങ്ങനെ ഈ റൂഹുകളൊക്കെ കൂടി കെട്ടി വരിഞ്ഞിട്ട് മലക്കുൽ മൗത്ത് ഇങ്ങനെ മേലേക്ക് പോകുകയാണ് അള്ളാന്റെ അടുത്ത് കൊണ്ടുപോയി സമർപ്പിക്കാൻ. മനസ്സിലാക്കണം കേട്ടോ മുസ്ലിമീങ്ങളെ, ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ പ്രചരിപ്പിച്ച സൂഫിസമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ അദ്ദേഹം ചെന്നിട്ട്, ഇനി ഞാൻ നിങ്ങളോട് എളുപ്പത്തിൽ പറയട്ടെ, ഒലിയേ ഒരു ഹാദിം മൗത്തായ സങ്കടം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാരേ. മുഹീദ്ദീൻ ശൈഖിന്റെ അടുക്കൽ ഒലിയിന്റെ ഒരു ഹാദിം മരിച്ചപ്പോൾ അവരെ സൗജത്ത് എന്ന് പറഞ്ഞാരാ? ഭാര്യ വന്നിട്ട് സങ്കടം പറഞ്ഞു. അപ്പോ മുഹീദ്ദീൻ ശൈഖ് നേരെ പോയിട്ട് എന്താ പറയണെന്നറിയോ? മലക്കുൽ മൗത്തിനോട് പറയണം, എന്റെ ഹാദിമിന്റെ റൂഹന്നിൽ തരേണം എന്ന് മലക്കുൽ മൗത്തോട് വിണ്ടോവർ.
എന്റെ ഹാദിമിന്റെ റൂഹിന് തരണം. എല്ലാം കൊണ്ടുപോകല്ലേ, എങ്ങെടുത്താ അങ്ങനെ പിടിച്ചുകൊണ്ടുപോകുക, നിങ്ങളാണ് മരിപ്പിക്കുക, എവിടെ നിങ്ങൾക്ക് ആൾക്ക് തരണം എന്ന് പറഞ്ഞു. ഈ അറബിയിലായി കേട്ടോ. അദ്ദേഹം മലക്കുൽ മൗത്തിനെ വിളിച്ചിട്ട് ബഖീസ് നിക്കവിടെ റൂഹ ഖാദിമി ഫുലാൻ, പേരാണ് പറഞ്ഞു. സമ്മാഹു ബിസ്മിഹി, ആരാ ഖാദിമ്, ഏതാ വ്യക്തി എന്നൊക്കെ പേരാണ് പറഞ്ഞു. അയാളെ റൂഹ് ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞു. ആ സമയത്ത് മലക്ക് വളരെ നിസ്സഹായനായിക്കൊണ്ട് ശൈഖിനോട് പറഞ്ഞു, തനിയോന്റെ അരുളാൽ പിടിത്തതയ്യങ്ങനെ തരും ഞാനിന്ന് മാലക്ക് നവിണ്ടോവർ. നവിൽ കേട്ട് കയ്യില്ലാമരറ് പീഡിത്തുള്ള ജമ്പീലൈ വേഗം പീഡിത്ത് പാറിത്തോവർ. അന്നാളിൽ വാങ്ങിയ റുഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. തുറന്നിട്ടത് തന്നിൽ ഉള്ള ഉയറുകളെ തുള്ളിപ്പറപ്പിച്ച് പാറ്റി വിടുത്തോവർ. ശൈഖിനോട് മലക്ക് പറഞ്ഞു, അള്ളാന്റെ കൽപ്പന പ്രകാരം ഞാൻ പിടിച്ചു കൊണ്ടുപോകുന്ന റൂഹുകളെ എങ്ങനെയാണ് നിങ്ങൾക്ക് തരിക? ഞാൻ എന്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരം പിടിച്ചു കൊണ്ടുപോവുകയല്ലേ, അത് തരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ എന്താ ശൈഖ് ചെയ്തത്? ഇനി അറബി ഇബാറത്ത് കേട്ടോ. ആ കൊട്ടയിങ് പിടിച്ചു വാങ്ങി, വാഹദഹു മിൻ യദിഹി, കയ്യിൽ നിന്ന് ആ കൊട്ടയങ്ങ് വാങ്ങിയിട്ട് തട്ടിത്തെറിപ്പിച്ചപ്പോൾ അന്ന് പിടിച്ച റൂഹുകളൊക്കെയും അതേ അവയുടേതായ മയ്യത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ ശൈഖ് വിചാരിച്ചപ്പോ അങ്ങോട്ട് തന്നില്ലേ, ശൈഖ് വിചാരിച്ചപ്പോ തന്നില്ലേ. മലക്ക് പോയിട്ട് റബ്ബിനോട് സങ്കടം പറയാണ്, റബ്ബേ സർവീസിൽ ഡ്യൂട്ടിക്കിടക്ക് പരിചയമില്ലാത്തൊരു സംഭവം നടന്നു, എന്താണ് സംഭവിച്ചത് റബ്ബേ? ഞാനിങ്ങനെ കൊട്ടയുമായിട്ട് റൂഹുമായിട്ട് ഇങ്ങനെ കയറിപ്പോരുമ്പോ നിന്റെ മഹബൂബ് വന്നിട്ട് എന്നോടതിലോ ചോദിച്ചപ്പോ ഞാൻ കൊടുത്തില്ല, ഞാനത് കൊടുക്കാഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാഹ് മലക്കുൽ മൗത്തിനെ വിളിച്ചിട്ട് പറയാണ്, യാ മലക്കൽ മൗത്ത്, ഓ മലക്കുൽ മൗത്തേ, ഇന്നൽ ഗൗസൽ അഅ്ലം മഹബൂബി വ മത്ലൂബി, അതെന്റെ മഹബൂബായ എന്റെ ഏറ്റവും പ്രിയങ്കരനായ ഗൗസുൽ അഅ്ലമാണ്. എന്തേ ലിമലാ അഅ്തൈതഹു റൂഹ ഖാദിമിഹി, അദ്ദേഹം ചോദിച്ച ഒരൊറ്റ ഖാദിമിന്റെ റൂഹ് എന്തേ നീ കൊടുക്കാതിരുന്നത്? അതങ്ങ് കൊടുത്തെങ്കിൽ വേറുള്ളതെങ്കിലും തിരിച്ചു കിട്ടൂലായിരുന്നു. ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് എന്റെ ഗൗസല്ലേ, പുതി പോൽ ഞാനോരിൽ കൊടുപ്പവനെന്തോവർ. അതേ പൊന്നാനിക്കാരൻ എഴുതിയുണ്ടാക്കിയ പുതിയ മുഹീദ്ദീൻ മാലയിൽ ഈ വരികളില്ലേ, ഇനി ഞങ്ങളത് പുറത്ത് വെച്ച് കെട്ടണ്ട എന്ന് നിങ്ങൾക്ക് ചിലരൊക്കെ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് നാദാപുരത്ത് വെച്ച് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായ സനദങ്ങ് കൊടുത്തപ്പോ മിണ്ടാട്ടം മുട്ടിയിട്ട് പിന്നെ ഇതിന്മേൽ തൊട്ടിട്ടില്ല. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ ഇത് അംഗീകരിക്കുന്ന കിതാബിൽ നിന്ന് അറബി ഇബാറത്ത് ഞാൻ വായിച്ച് കേൾപ്പിച്ചില്ലേ, എത്രയെത്ര കഥകളാണ്. അപ്പൊ റൂഹിനെ വിചാരിക്കുമ്പോ ശൈഖിനോട് ഈ പെണ്ണ് പോയിട്ട് എന്തൊക്കെ ചെയ്തു എന്നാ ഇതിൽ പറയുന്നത്. റഹ്മാനായ റബ്ബിനോടല്ലേ മുസ്ലിം അവന്റെ വിനയം കാണിക്കേണ്ടത്, റബ്ബിലേക്കല്ലേ ഒരു മനുഷ്യൻ അവൻ അഭയം തേടേണ്ടത്. ഈ പെണ്ണ് പോയിട്ട് ഈ ശൈഖിനോടാ പറഞ്ഞത്, ആ ശൈഖിനോടാണ് ആവശ്യപ്പെടുന്നത്, എന്റെ ഭർത്താവിന്റെ ജീവൻ തിരിച്ചു തരണേ. അതേ അക്കഥ വായിച്ച് പ്രചരിപ്പിച്ച ദീരാനി തരീക്കത്തുകാര്, അത് പഠിപ്പിക്കപ്പെട്ട സൂഫി കിതാബുകള്, അതെഴുതി വെച്ചിട്ടുള്ള സൂഫി ഗ്രന്ഥങ്ങള്, അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സൂഫിസത്തിന്റെ വക്താക്കള്, അതേതെങ്കിലും ഇന്നാട്ടിലെ ആ കുടുംബവും കേട്ട് മനസ്സിലാക്കിയിട്ട് അത് ഗൗസുൽ ആലം ജീവിച്ച കാലത്താണെങ്കിലും മരിച്ചാലും ജീവിച്ചാലും മരിച്ചാ കഴിവ് കൂടുമെന്നാണല്ലോ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഗൗസുൽ ആലമിന്റെ ജീവിതകാലത്ത് തന്റെ ഖാദിമിന്റെ റൂഹ് മലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചു കൊടുക്കാൻ മലക്കുൽ മൗത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, മുഹീദ്ദീൻ ശൈഖിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ മുഹീദ്ദീൻ ശൈഖ്
ഇപ്പോഴും ബഗ്ദാദിലെ ഖബറിൽ കിടന്നുകൊണ്ട് നിങ്ങളേതാ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കണ്ണാഞ്ഞ നിങ്ങളുടെ കൽബകം എന്നോവർ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. ഒരു കുപ്പിയിലുള്ള ദ്രാവകം നമുക്ക് നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ എത്ര വ്യക്തമായി കാണാൻ കഴിയുമോ? ഇതുപോലെ ബഗ്ദാദിലെ ഖബറിൽ കിടന്നുകൊണ്ട് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഇവിടെയുള്ള മുരീദുമാരുടെ മനസ്സ് മുഴുവൻ വായിക്കുകയാണ് പോലും. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോലെ പറയുന്നയാളാണ്. വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന മുത്താണ് ശൈഖ് എന്നല്ലേ പഠിപ്പിക്കപ്പെട്ടത്? വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്കി. അതിന് കൊളത്തൂര് ഒഴിവല്ലല്ലോ, കൊളത്തൂര് ഒഴിവാൻ ആ മാലയിലില്ലല്ലോ. അപ്പൊ ഇത് പാടിക്കേട്ട ഒരു സഹോദരിക്കോ കുടുംബത്തിനോ തോന്നിക്കൂടെ? മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു ഖാദിമ മരിച്ചപ്പോ ആ ഖാദിമിന്റെ ഭാര്യ ശൈഖിനോട് ജീവിതകാലത്ത് പരാതി പറഞ്ഞപ്പോ അത് തിരിച്ചു കൊടുത്ത മുഹീദ്ദീൻ ശൈഖ് ഇപ്പോഴും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുമാണല്ലോ സഖാഫിമാരെ നിങ്ങൾ പഠിപ്പിച്ചത്, ഫൈസിമാരെ നിങ്ങൾ പഠിപ്പിച്ചത്, അഹ്സനിമാരെ നിങ്ങളതല്ലേ ഈ സമൂഹത്തോട് പഠിപ്പിച്ചത്? അത് മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ പുരോഹിതന്മാരുടെ അന്ധവിശ്വാസങ്ങളിൽ തങ്ങളുടെ വിശ്വാസത്തെ അടിയറ വെച്ച ഈ കുടുംബത്തിലെ സാധുക്കളായ കുട്ടികളോ അവിടുത്തെ കുടുംബനാഥയോ ഇതിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോട് എന്റെ പുതിയാപ്പള മരിച്ചു വീണിട്ട ദിവസങ്ങളായി, ഇനിയും റൂഹ് മടക്കി കിട്ടുമെന്ന് വിചാരിച്ച് ശൈഖേ റൂഹെത്തിക്കണേ എന്ന് ചെയ്തു പോയെങ്കിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? ആർക്കാണ് ചങ്ങല തീർക്കേണ്ടത്? ആർക്കാണ് ഇവിടെ അബദ്ധം സംഭവിച്ചത്? ഇതെന്റെ കൊളത്തൂർ നിവാസികൾ മനസ്സിലാക്കി